KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSF ഹാർമണി ചിട്ടികൾ. KSF ഈ നാടിന്റെ ധൈര്യം. സ്റ്റാർ സിംഗർ സീസൺ 9 കഴിഞ്ഞതിന് ശേഷം സീസൺ 10ൻ്റെ ഓഡിഷൻ വെച്ചപ്പോൾ എന്തോരം പിള്ളേരാണ് വന്നതെന്നറിയോ. അപ്പോഴും ഞാൻ അതിൻ്റെ ഡയറക്ടർ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു, ചേട്ടാ ഇത്രയും പിള്ളേർ ഇനിയും ഉണ്ടോ? ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അത്രയും പിള്ളേരാണ് വന്ന് ഓരോ ജില്ലയിലും നമുക്ക് മേജർ ഡിസ്ട്രിക്ട്സിലാണ് നമ്മൾ ചെയ്തത്. അത്രയും പിള്ളേർ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വേടൻ അല്ലെങ്കിൽ ഡബ്സി ഇവരുടെയൊക്കെ ബേബി ജീൻ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വരികൾ ഭയങ്കര ഇൻറ്റൻസാണ് വേടൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഒരു ശ്രേണി ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ്സ് എ സൈക്കിൾ, മനസ്സിലായി. ഇതിങ്ങനെ കറങ്ങിയും തിരിഞ്ഞും ഇങ്ങനെ വരും. അപ്പോൾ അത് എന്താണ് ഇത് പറയുമല്ലോ, എന്താണ് മാറാത്തതൊന്നും മാത്രം മാറ്റം. അതെ 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 അപ്പോൾ അങ്ങനെ ഇങ്ങനെ മാറി വരും. ഇറ്റ്സ് എ ഗുഡ് തിങ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ഒക്കെ പാട്ടൊരെണ്ണം വരണം. ഓസി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണം എന്നുള്ളത് പറയുമ്പോൾ ഇവരും പിള്ളേരും ചോദിക്കും, വിജയിക്കുമോ? നമുക്ക് ഞാൻ പറയും ചെയ്തു നോക്കാം. ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭൂമി പിറ്റേ ദിവസം അവസാനിക്കൊന്നുമല്ലല്ലോ. ഇത് ചെയ്തു നോക്കി പരാജയപ്പെട്ട അടുത്ത നിലയിലോട്ട് നമുക്ക് പോവാം. എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ലൈഫ് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് ഓരോ ദിവസവും എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ ജീവിതം ഹാപ്പി ആയിട്ട് എക്സൈറ്റ്മെൻറ്റ് വേണം. ആ എക്സൈറ്റ്മെൻറ്റ് എവിടെ തീരുന്നോ അവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് പോകും. വിഷ്ണുവിൻ്റെ കുറച്ചുകൂടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആ ട്യൂണിൽ കുറച്ചുകൂടെ ആ മെലഡി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഓൾസോ ഇതേപോലെ നിങ്ങൾ പറയുമ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഇതിൽ ഒരു ജഡ്ജായിരിക്കുക എന്ന് പറയുന്നത് ഒരു മെൻറ്റർഷിപ്പ് കൂടെയാണ്. ഒരു തലമുറയിൽ വരുന്ന ആളുകളെ കൈപിടിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ അവർക്ക് കൂട്ട് നിൽക്കുക എന്നുള്ളത്. നിങ്ങൾ വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ ഫ്രണ്ട്സ് പോലെയാണ്, നിങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് തോന്നലുണ്ട്. നിങ്ങളത് ഭയങ്കര ജോളി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ? അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കേട്ടോ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബാൻഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വിധു പ്രതാപ് എടുക്കുകയാണെങ്കിൽ ഒരു 90% പിള്ളേരാണ്, ജെൻസി പിള്ളേരെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു പ്രത്യേക ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു അപ്ഡേഷൻ, അത് ഭയങ്കര തന്നെ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിനും ഒരിക്കലും നമുക്ക് പ്രായമാവില്ല എന്നുള്ളതാണ്. അതെന്തോ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടോ എനിക്ക് വരുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നതും എൻ്റെ അടുത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഞാനൊരു ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ട് എൻ്റെ ഒരു ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത് എല്ലാം കുഞ്ഞു പിള്ളേരാണ്. എല്ലാവരും ഒരു 20s കുട്ടികളാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ ഗോസിപ്പിങ്ങിനോ അല്ലെങ്കിൽ അതിനൊന്നും അവർ ടൈം സ്പെൻഡ് ചെയ്യാറോ അങ്ങനെയൊന്നുമില്ല. ഇവർ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ഗ്യാതറിങ് എല്ലാവരും വരുമ്പോൾ ഇവർ തമാശ പറയും. പിന്നെ കൂടുതൽ ഇവർ പറയുന്നത്, ചേട്ടാ ആ വീഡിയോ ഉണ്ടായിരുന്നോ, ചേട്ടാ ആ പാട്ട് കേട്ടായിരുന്നോ, ചേട്ടാ അത് നമുക്കിങ്ങനെ ചെയ്താലോ. ഇങ്ങനെയാണ് ഇവർക്ക് എപ്പോഴും സംഭവങ്ങളല്ല. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് തരുന്നത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് എല്ലാവരും ധാരാളം ഉണ്ടെങ്കിലും നമ്മളുടെ പ്രായത്തിനെക്കാളും വളരെ ചെറിയവരുമായിട്ട് ആ ഒരു ഇത് വയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഓക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് മുമ്പോട്ട്. അത് എൻ്റെ സ്റ്റേജ് ഷോസിന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ബാൻഡുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമായിരുന്നു, ഈ പാട്ടൊക്കെ വർക്കൗട്ട് ആവും. എൻ്റെ തന്നെ പാട്ടുകളാണ് എങ്കിലും ഞാനൊരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് ആ പാട്ടുകളൊക്കെ എടുത്തത്. ഞാൻ എൻ്റെ ബാൻഡിലെ പിള്ളേരെടുത്തുകൊണ്ട് ഇതൊക്കെ ആൾക്കാർക്ക് അവർ സ്വീകരിക്കൂ, ഇഷ്ടമാണ്. ഇല്ല വിളിച്ചേട്ടാ അതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഓരോ പാട്ടായിട്ട് നമ്മൾ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, വേറെ തന്നെ ഒരു ലെവലാണ് അവരുമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. തലവേദനയാണ് മേച്ചോണ്ട് പോകാൻ, പക്ഷേ എങ്കിലും ഭയങ്കര രസമാണ്. അത് വേറൊരു സുഖം തന്നെയാണ് എപ്പോഴും. ഈ റിയാലിറ്റി ഷോകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോഴുള്ള സ്ട്രക്ചറിൽ? ഇപ്പോഴുള്ള സ്ട്രക്ചറിൽ ഒരു മാറ്റവും വേണ്ട, കാരണം ഞാനും ജൂറി ആയിട്ടിരിക്കുന്നത്. ഒരു മാറ്റവും വേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ. അല്ല, ഇപ്പോൾ പണ്ടത്തത് വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു ഫോർമാറ്റ് മൊത്തത്തിൽ മാറി എന്ന് നമ്മൾ 4 പേര്, ഞാനും
റീമിയും സിത്തുവും ജ്യോത്സ്നയും കൂടെ ഒരു ഇതുണ്ട് സൂപ്പർ 4 എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുന്നത് നമുക്ക് 4 പേരിരിക്കുന്ന 4 പേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് അവിടെ പറഞ്ഞ തമാശകളും സംഭവങ്ങളും കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവരെ കളിയാക്കുന്നു, അവർ നമ്മളെ തിരിച്ച് കളിയാക്കുന്നു, പാട്ടുകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ ഒരു ഇൻഫോർമൽ വേയിലാണ് മൊത്തത്തിൽ പോരുന്നത്. അത് കുട്ടികൾക്കും ഭയങ്കരമായിട്ട് അത് അവർക്കൊരു ടെൻഷൻ ഇല്ലാതെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. വിജയേട്ടനല്ലേ, അല്ലെങ്കിൽ ജോസിച്ചല്ലേ, സിത്തു അല്ലേ, റീമി അല്ലേ, കുഴപ്പമില്ല എന്നുള്ളത്. അത് ഇപ്പോഴും ആണെങ്കിൽ പോലും ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ ഇരിക്കുമ്പോഴും ആ മൂഡ് മൊത്തത്തിൽ ആ ആംബിയൻസ് മാറ്റുമ്പോൾ അവർ കുറച്ചുകൂടെ ചില്ലാണ് വന്ന് പാടി. ഇപ്പോൾ അവർ ആദ്യത്തെ ഒരു പാട്ട് പാടാൻ പോകുമ്പോൾ തന്നെ നമ്മൾ തമാശകൾ പറയും. അപ്പോൾ അവർ ആ ഒരു മൂഡിൽ നിന്ന് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് കുട്ടികൾക്ക് പാടാൻ പറ്റുന്നു. മറ്റൊന്ന് പറയുന്നത് നേരെ വരുന്നു, ഒരു പാട്ട് പാടുന്നു, അതിൻ്റെ കമൻസ്, ആ പാട്ടിനെ ആ കാര്യങ്ങൾ മാത്രം പറയുന്നു, അവർ തിരിച്ചു പോയിരിക്കുന്നു എന്നല്ലാതെ മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് മൊത്തത്തിൽ മാറി. അങ്ങനെ മുമ്പോട്ട് പോകണം എന്നാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ടെൻഷൻ കുട്ടികൾക്ക്, ഇവർക്ക് എന്തായിരുന്നാലും ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഓക്കെ റെഡി 1 2 3 ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ നിന്നൊരു ബട്ടർഫ്ലൈ എന്തായിരുന്നാലും വരാതിരിക്കില്ല. അവർക്ക് പേടിയുണ്ടാവും. അത് മാക്സിമം കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ ജൂറി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ചെയ്യാനാണ് ഞാനവിടെ മാക്സിമം നോക്കാറുള്ളത്. അത് ഒരു പരിധിവരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നുമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ളത്. പിന്നെ പിള്ളേരൊക്കെ നല്ല ഫോക്കസ്ഡാണ്, അവർക്കൊക്കെ എല്ലാം നന്നായിട്ട് അറിയാം. ഒരു പാട്ടിനെക്കുറിച്ച് അതിൻ്റെ ന്യൂയാൻസസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ച് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ ചോദിക്കുകയായിരുന്നു, എന്തോരം നല്ല പാടുന്ന പിള്ളേർ. അതായത് സ്റ്റാർ സിംഗർ സീസൺ 9 കഴിഞ്ഞതിന് ശേഷം സീസൺ 10ൻ്റെ ഓഡിഷൻ വെച്ചപ്പോൾ എന്തോരം പിള്ളേരാണ് വന്നതെന്നറിയോ. അപ്പോഴും ഞാൻ അതിൻ്റെ ഡയറക്ടർ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയായിരുന്നു, ചേട്ടാ ഇത്രയും പിള്ളേർ ഇനിയും ഉണ്ടോ? ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അത്രയും പിള്ളേരാണ് വന്ന് ഓരോ ജില്ലയിലും. നമുക്ക് മേജർ ഡിസ്ട്രിക്ട്സിലാണ് നമ്മൾ ചെയ്തത്, അത്രയും പിള്ളേർ വന്നുകൊണ്ടിരിക്കുക. അപ്പം അത്രയും ടാലൻറ്റഡ് ഉണ്ടല്ലേ അത്രയും അവർ വെയിറ്റ് ചെയ്തിരിക്കുക അവരുടെ ഒരു ടാലൻറ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നു. പിന്നെ മാക്സിമം അവരെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആസ് എ ജൂറി അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കർത്തവ്യം. പാട്ടിൻ്റെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷേ കുറച്ചുകൂടെ വി ക്യാൻ മേക്ക് ഇറ്റ് എ ലിറ്റിൽ ലൈറ്റർ രീതിയിൽ അല്ലേ, കുറച്ചുകൂടെ ഒരു ഹാപ്പി ആയിട്ട് തമാശയൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ അവരുടെ നിന്ന് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും. ദാറ്റ്സ് ഓൾ. പാട്ട് കേട്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് അവരെ മാക്സിമം അവരെ കംഫർട്ട് ആക്കുക, അതാണ് മെയിൻ സംഭവം. ഇത് ഞാൻ സുഷിനോട് സംസാരിക്കുന്ന സമയത്ത് സുഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പാട്ട് ആലോചിക്കണ സമയത്ത് മ്യൂസീഷ്യൻസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വളരെ ചുരുക്കം പേരുകളേ ഉള്ളൂ. നമുക്ക് മലയാളത്തിൽ പാട്ടുകാർ എന്ന് പറഞ്ഞ ഓർമ്മ വരുന്ന ആളുകളുടെ പേര് വളരെ കുറവാണ്. പക്ഷെ ഇതേപോലെ റിയാലിറ്റി ഷോസ് കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട്, ഒരുപാട് ടാലന്റ് വരുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും സിനിമയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ പിന്നീട് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നലുണ്ടോ? അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ കാര്യമാണ്, മനസ്സിലായില്ലേ? അതായത് ഇപ്പം നമുക്കൊരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ചുമതലയാണ്. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ സീസൺ 9 ഇറങ്ങിക്കഴിഞ്ഞ കുട്ടികളുടെ അടുത്ത് വരെ എല്ലാവരും വളരെ ക്ലോസ് ആണ്. എല്ലായിടത്തും ഞാൻ പറയുന്നത് അതാണ്. ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രം, അതിപ്പോൾ ഒത്തിരി മാറി. അത് സിനിമയെ പാടിയാൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ള സംഭവങ്ങളൊക്കെ മാറി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ OCSൻ്റെ പുറകെ പോകുന്നത്, ഒറിജിനൽ കോമ്പോസിഷൻ. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക, പാട്ട് കമ്പോസ് ചെയ്യുക, അതെങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്യാം, അതെങ്ങനെ ഡിഫറെൻ്റായിട്ട് ഷൂട്ട് ചെയ്യാം, എങ്ങനെ അത് വീഡിയോ ചെയ്യാം എന്ന് മനസ്സിലാക്കി പ്രത്യേക തന്നെ ഒരു രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളുടെ പറ്റുന്ന രീതിയിൽ എന്ത് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമുണ്ട്. ഒരെണ്ണം മതി, ഒരെണ്ണം ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചു പോവുക, ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുക, അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ എടുക്കുക. നമുക്ക് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് നമ്മുടെ തന്നെ ചുമതല. എന്തൊക്കെ ഡിഫറെൻ്റായിട്ട് ആൾക്കാർക്ക് കൊടുക്കാം അതൊക്കെ നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലാതെ വൺസ് ഒരു സ്പാർക്ക് നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പറയുമല്ലോ ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പാട്ട് ഹിറ്റാവുക എന്ന് പറയുന്നത്
ഭാഗ്യമാണ്. രണ്ടാമത്തെ ഒരു പാട്ട് ഹിറ്റാവുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ്, സർവൈവലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നമ്മളുടെ പ്ലാനിങ്ങിൽ ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. എന്തൊക്കെ ചെയ്യാതെ നമുക്ക് ഒത്തിരി ഇല്ലേ, സോഷ്യൽ മീഡിയ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കില്ല. യൂട്യൂബുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇനിയും ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊക്കെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഏറ്റെടുത്ത് അതിൻ്റെയൊക്കെ നല്ല വശങ്ങൾ മനസ്സിലാക്കി അതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ച അബദ്ധം പോലെ കവർ സോങ്ങുകൾ ചേട്ടൻ കുറേ പാടുന്നുണ്ടായിരുന്നു. അതായത് എല്ലാ സമയത്തും കവർ സോങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും ഒറിജിനൽ കേൾക്കാൻ ആണ് മിക്കവാറും താല്പര്യം കാണിക്കുന്നത്. പക്ഷെ കവർ സോങ്സ് കേൾക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ കവർ സോങ്സ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഓൾസോ എന്താ പറയുക, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കവർ സോങ്സ് ഒരു പ്ലേ ലൂപ്പ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. എൻ്റെ കുഞ്ഞി യൂട്യൂബ് ചാനലിലുണ്ട് പ്ലേ ലൂപ്പ് എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ അതിനകത്ത് കവർ സോങ്സ് എനിക്ക് പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, എൻ്റെ പാട്ട് മാത്രമല്ല ഞാൻ പാടിയിരുന്നത്, എനിക്ക് പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഞാൻ ചുമ്മാ പാടി ഇടും. അതിൽ കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടും, കുറേ പേർ വേറെ പാട്ടുകൾ ട്രൈ ചെയ്യണം എന്നുള്ളത് പറയും. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓസീസാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷേ എന്നാലും നേരത്തെ എനിക്ക് പറഞ്ഞതുപോലെ കവർ സോങ്സ് വേറൊരാളുടെ ശബ്ദത്തിൽ പാടിയിടുന്നത് കേൾക്കാൻ താല്പര്യമുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇറ്റ്സ് എ മിക്സ്. അതുകൊണ്ട് രണ്ടും ഇഷ്ടമാണ്. ഓസീസ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ എൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അതിൻ്റെ എല്ലാം ഇങ്ങനെ പൈപ്പ് ലൈനിൽ നിൽക്കുകയാണ്. പക്ഷേ കവർ സോങ്സ് ധാരാളം ഒരുപാട് മൈലേജ് തന്നിട്ടുണ്ട് എനിക്ക് കവർ സോങ്സ്. വേറെ സിംഗേഴ്സിൻ്റെ തന്നെ പാടിയപ്പോൾ നീമണി മുകിലാടകൾ ഞാൻ പാടിയിട്ടപ്പോഴൊക്കെ ഭയങ്കര റീച്ചായിരുന്നു. പിന്നെയും അങ്ങനെ കുറേ പാട്ടുകൾ പാടിയിട്ടപ്പോഴൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഞ്ഞ് പോലെ, അതെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവും. പക്ഷേ എന്നാലും ഇറ്റ്സ് എ മിക്സ്. മറ്റതും കേൾക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. പുതിയ സംഭവങ്ങൾ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇവർ കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, ഇവരുടെ ഉള്ളിലെ സംഗീതം എന്താണ് എന്നുള്ളത്. ഒരിക്കലും നമ്മൾ വിചാരിച്ചിരുന്നൊരു കാലം ഇതല്ല നമ്മളുടെ കേരളത്തിലെ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പ് ഇത്രയും പോപ്പുലർ ആകും എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ വേടൻ അല്ലെങ്കിൽ ഡബ്സി, ഇവരുടെയൊക്കെ ബേബി ജീൻ, ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വരികൾ ഭയങ്കര ഇൻറ്റൻസാണ് വേടൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ശ്രേണി ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇറ്റ്സ് എ സൈക്കിൾ, മനസ്സിലായത്? ഇങ്ങനെ കറങ്ങിയും തിരിഞ്ഞും ഇങ്ങനെ വരും. അപ്പോൾ അത് ഇത് പറയുമല്ലോ, മാറാത്തതൊന്നും മാത്രം മാറ്റം. അതെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ മാറി വരും. ഇറ്റ്സ് എ ഗുഡ് തിങ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഓസീസ് എന്ന് പറയുന്ന സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗങ്ങൾ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, അതെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മെയിൻലി ഇപ്പോൾ സമയത്തിൻ്റെ ഒരു പരിമിതി, പക്ഷേ അതൊന്നിനും ഒരിക്കലും അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നെക്കാളിലും തിരക്കുള്ള ആൾക്കാർ ഓസീസും സംഭവങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ഇറക്കാനിങ്ങനെ 1-2 ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പതുക്കെ ഞാൻ ഇറക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതെ, ഓരോരുത്തർക്ക് നേരത്തെ പറഞ്ഞില്ല, സെൽഫ് എക്സ്പ്രഷൻ ആണല്ലോ. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളാണല്ലോ അവർ വരുന്നത്. ഇപ്പോൾ വേടനെ പോലെ ഒരു റാപ്പ് ഞാൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡബ്സിയെ പോലത്തെ എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ്. വേണ്ട പാട്ടുകളും അവരുടെ എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഉള്ളിലുള്ള സംഗീതം ചിലപ്പോൾ വേറെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അത് ആൾക്കാർ കേൾക്കട്ടെ, ഭാവിയിൽ വരും, നോക്കാം നമുക്ക്. ഈ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വാട്ട്സ് ഇൻ വിധു പ്രതാപ്സ് പ്ലേലിസ്റ്റ്, എന്താണ് വിധു പ്രതാപ് കേൾക്കണത്? എന്താണ് വിധു പ്രതാപ് കേൾക്കുന്നത്? എനിത്തിങ്. ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് കുറച്ചുകൂടെ ഞാൻ വൈഡറായിട്ട് ഞാൻ കേൾക്കുന്നു. ഇപ്പോൾ ഹെവി റോക്ക് മെറ്റലൊന്നും എനിക്ക് ദഹിക്കില്ല. എനിക്ക് ദഹിക്കില്ലെന്ന് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം കേൾക്കും, അതങ്ങ് മാറ്റി വയ്ക്കും എന്നുള്ളതല്ലാതെ ബാക്കിയുള്ളത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബാൻഡിൻ്റെ എല്ലാം കേൾക്കാറുണ്ട്. എനിത്തിങ് ശ്രവണസുഖമായിട്ട് തോന്നുന്ന എല്ലാ പാട്ടുകളും, പഴയ പാട്ടുകളും കേൾക്കാറുണ്ട്, പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ട്, നടുക്കുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട്. ഓസീസ് ധാരാളം കേൾക്കാറുണ്ട്, പുതിയ കുട്ടികളുടെ പാട്ട് കേൾക്കാറുണ്ട്. ധാരാളം കേൾക്കണമല്ലോ നമുക്ക്. ധാരാളം കേട്ട് വരുമ്പോഴേ ചെറിയൊരു സ്പാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ആ സ്പാർക്കിനെ വെച്ച് വേണം നമ്മൾ പിടിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി ടാലൻസ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാരിങ്ങനെ ധാരാളം പുതിയ സംഭവങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും നമുക്ക് റെഫറൻസ് ഉണ്ട്. ഇപ്പോൾ പാട്ട് ചെയ്യാനാണെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും നമുക്കിതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊള്ളാലോ,
അതുപോലെ എടുക്കണമെന്നല്ല, അതിൽ നിന്ന് ഇൻസ്പയർഡായി എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ധാരാളം കേൾക്കും. എനിത്തിങ്, നോട്ട് ഹെവി റോക്ക് മെറ്റലൊന്നും അത്രയും ഞാൻ കേട്ടിരിക്കാറില്ല. ഇൻ്റർനാഷണൽ ഇതിൻ്റെയൊക്കെ ഞാൻ ഭയങ്കര ഹ്യൂജ് ഒരു മൈക്കിൾ ജാക്സൺ ഫാനായിരുന്നു പണ്ട് തൊട്ടേ. പിന്നെ ഇപ്പോൾ ബ്രൂണോ മാസ്, ജസ്റ്റിൻ ബീബർ എല്ലാവരുടെയും കേൾക്കാറുണ്ട്, ഡിയോലിപ്പ എല്ലാവരുടെയും കേൾക്കാറുണ്ട്, കോൾഡ് പ്ലേ എല്ലാവരുടെയും പാട്ടുകൾ, ഹിറ്റ് സോങ്സ് ഒക്കെ കേൾക്കാറുണ്ട്. അധികം ശ്രദ്ധിക്കാത്ത പാട്ടുകൾ, പണ്ട് അവർ ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, കേൾക്കും. ഒരു 5 പേരുടെ മീൻ ബാൻഡോ പാട്ടോ എന്തെങ്കിലും ചേട്ടൻ്റെ ഓഡിയൻസ് കൂടെ കേൾക്കണം, ഇത് കേട്ട് നോക്കൂ എന്ന് പറയാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 പാട്ട് പറഞ്ഞാൽ? ബാൻഡിൻ്റെ അല്ല എനിത്തിങ്? എനിത്തിങ്. മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകൾ 2-3 ഞാനിങ്ങനെ, ആർട്ടിസ്റ്റിൻ്റെ പറയുകയാണെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ കുറേ പാട്ടുകളുണ്ട്. ഞാൻ വിചാരിക്കും അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഇറക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ ബ്രൂണോ മാസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. പിന്നെ ഇപ്പുറത്തോട്ട് ഇതാക്കുകയാണെങ്കിൽ ഹരിഹരൻ സാറിൻ്റെ, അദ്ദേഹത്തിൻ്റെ അധികം കേട്ടിട്ടില്ലാത്ത കുറച്ച് ഗസൽസ്, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പാട്ടുകൾ ട്രൈ ചെയ്യണം എന്ന് തോന്നാറുണ്ട്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവർ ധാരാളം കേൾക്കുന്ന ആൾക്കാരാണ്. പല ടൈപ്പിലുള്ള മ്യൂസിക് ആണെങ്കിലും സിനിമയാണെങ്കിലും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അവർ കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്നും പറയാം. അവർക്ക് അങ്ങനത്തെ നോട്ടമൊന്നും ഉള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മൈക്കിൾ ജാക്സൺ, ഹരിഹരൻ സാറ്, ബ്രൂണോ മാസ്, അങ്ങനെ കോൾഡ് പ്ലേയുടെ കുറേ നല്ല പാട്ടുകൾ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഗസൽസ്, അതൊക്കെ അങ്ങനത്തെ കുറേ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വിജയിക്കുമോ എന്നുള്ളത് നോക്കും. രാജാ സാറിൻ്റെ ചില പാട്ടുകളുണ്ട് ബേസൊക്കെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാനിങ്ങനെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് പറയും, ഇങ്ങനത്തെയൊക്കെ പാട്ടൊരെണ്ണം വരണം, ഓസി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണം എന്നുള്ളത് പറയുമ്പോൾ ഇവരും പിള്ളേരും ചോദിക്കും വിജയിക്കുമോ? നമുക്ക് ഞാൻ പറയും ചെയ്തു നോക്കാം. ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭൂമി പിറ്റേ ദിവസം അവസാനിക്കുകയൊന്നുമല്ലല്ലോ. ഇത് ചെയ്തു നോക്കി പരാജയപ്പെട്ടാൽ അടുത്ത നിലയിലോട്ട് നമുക്ക് പോവാം. എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ലൈഫ് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് ഓരോ ദിവസവും എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ ജീവിതം ഹാപ്പി ആയിട്ട് പോകും. എക്സൈറ്റ്മെൻറ്റ് വേണം. ആ എക്സൈറ്റ്മെൻറ്റ് എവിടെ തീരുന്നോ അവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് പോകും. ഓരോ ദിവസം രാവിലെ എക്സൈറ്റഡ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഹാപ്പി എല്ലാവരും. എന്ത് എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യണേ? ഒന്നും ചെയ്യുന്നില്ലായിരിക്കും. ഇല്ല, അതായത് ഓരോ ദിവസം രാവിലെ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും ഇന്ന് എക്സൈറ്റഡ് ആയിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാജിക് ഇന്ന് സംഭവിക്കും എന്നുള്ള ഒരു ആങ്ഷ്യസ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെയാണ് പോകുന്നത്. നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക് അവിടെ സൃഷ്ടിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കാണുക, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ന്യൂസ് കേൾക്കുക, നമുക്ക് നമ്മളുടെ പ്രൊഫഷണലി നമുക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് വരിക, അത് വരും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അത് തന്നെയാണ് രാവിലെ എണീക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ എക്സൈറ്റ്മെൻറ്റ് നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ള ജീവിതത്തിൽ? ഒന്നുമില്ല. ആ എക്സൈറ്റ്മെൻറ്റ് കളയാതെ നോക്കുക എന്നുള്ളതാണ്. ചേട്ടൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോഴും വിധു പ്രതാപ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ തലമുറക്കെങ്കിലും ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്ന പാർട്ട്ണർ എപ്പോഴും ഓർമ്മയുണ്ടാവും. ഷീസ് ദെയർ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള എന്തിനെ കുറിച്ചായിരിക്കും? എൻ്റെ ദീപ്തിയ കരിയർ വൈസ്, പ്രൊഫഷണൽ? കരിയർ വൈസിനെക്കാട്ടിലും കൂടുതലുള്ള സ്വഭാവത്തിലാണ് ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത്. പിന്നെ ഇല്ല കേട്ടോ, ദീപ്തിയും ഞാനും ഈ പറഞ്ഞ പോലെ ഭയങ്കര രണ്ടുപേരും ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രോങ് ക്രിറ്റിസിസം വീട്ടിലെപ്പോഴും നടക്കാറുണ്ട്. ഇപ്പം ദീപ്തി ഒരു വീഡിയോ ചെയ്താലും എനിക്കിഷ്ടപ്പെടാത്ത കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയും. ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ അല്ല, ഞാൻ പാടിക്കഴിഞ്ഞാൽ വിശേഷം പാടി എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ സംസാരമൊന്നും വീട്ടിലില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ക്ലീനായിട്ട് പറയും. അവിടെ ശ്രദ്ധിക്കാമായിരുന്നു, അവളുടെ മിതമായ അറിവ് വെച്ച് സംഗീതത്തിൽ അവിടെ എന്തോ ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ ചില പാട്ടുകൾ ഇത് കലക്കിയാട്ടോ, ഇത് അടിപൊളിയായിരുന്നു, മറ്റേത് കുറച്ചുകൂടെ ശരിയാക്കാമായിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ ഞാനും പറയാറുണ്ട്, എനിക്കും എൻ്റെ മിതമായ ഡാൻസിലുള്ള അറിവ് വെച്ചിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. പക്ഷേ എങ്കിലും ഞാൻ പറയും അവിടെ എന്തോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ അത്രയും സുഖം തോന്നിച്ചില്ല എന്നുള്ളത്. ഇപ്പം നമ്മളുടെ യൂട്യൂബ് വീഡിയോസ് നമ്മൾ ഇറക്കുമ്പോഴും നമ്മളുടെ രണ്ടുപേരുടെയും അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവളാണ് കൂടുതൽ സീനിയർ, അവൾക്കാണ് കൂടുതലും ചെയ്ത് ശീലമുള്ള. അപ്പോൾ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ഹെൽത്തി ക്രിറ്റിസിസം, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പോവാറുണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ കൂടുതൽ സ്വഭാവത്തിനെ കുറിച്ചാണ്, സമയത്തിന് ഇറങ്ങുന്നില്ല, മറിച്ച് എല്ലാ വീട്ടിലും ഉള്ളത് പോലെ തന്നെ മറന്നു പോകുന്നു കാര്യങ്ങൾ. അതൊക്കെ
നടക്കാറുണ്ട് സൈഡിൽ കൂടെ. അതെ. പുതിയ പാട്ടുകൾ, പുതിയ പാട്ടുകാരെ കേൾക്കലുണ്ടോ? ഇപ്പോഴുള്ള മലയാള സിനിമയിലെ ആരെയാണ് ഫേവറേറ്റ്? പാട്ടുകാരാണ്, മ്യൂസിക് ഡയറക്ടേഴ്സാണ്? എനിത്തിങ്. വേടൻ എനിക്കിഷ്ടമാണ്. കാരണം വേടൻ്റെ വരികൾ ഭയങ്കര ഇൻറ്റൻസ് ആണ്. വേടൻ്റെ 2 പെർഫോമൻസ് ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ആ ഷോയുടെ ആ ഒരു സംഭവങ്ങളും ഇതെല്ലാം എനിക്ക് കുറച്ചുകൂടെ വരികൾ, ഞാൻ ഈ വരികൾ ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ട് തന്നെ വരികൾ ഭയങ്കര ഇൻറ്റൻസ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണ്, അറിയാൻ പറ്റും. അതായത് പുള്ളി ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു ആ ഒരു ബാൻഡിനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ കൊണ്ടുവരാൻ എന്നുള്ള രീതിയിൽ. പിന്നെ സുഷിൻ്റെ സോങ്സ്, ചില സോങ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ജെയ്ക്സ് എപ്പോഴും എൻ്റെ ഇതിൽ ഓൾ ടൈം ഫേവറേറ്റ്, ഇതിൽ എപ്പോഴും എടുത്ത് വയ്ക്കുന്നൊരു ഇതാണ് ഉസ്താദ് ഹോട്ടൽ. അതിൻ്റെ റീ റെക്കോർഡിംഗ് ആവട്ടെ, അതിൻ്റെ സോങ്സ് ആവട്ടെ, ആ ആൽബത്തിലുള്ള എല്ലാ പാട്ടുകളും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരുന്നു ആ സമയത്ത് വന്നപ്പോൾ. ആറാറൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത, അതിനുശേഷം വന്നപ്പോഴാണ് പിന്നെ സുഷിനും വിഷ്ണു ഒക്കെ വന്നത്. വിഷ്ണുവിൻ്റെ കുറച്ചുകൂടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആ ട്യൂണിൽ കുറച്ചുകൂടെ ആ മെലഡി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എല്ലാം കേൾക്കും ഞാൻ. എല്ലാ പാട്ടുകളും പുതിയത് വരുന്നതെല്ലാം എൻ്റെ മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും കേൾക്കും. ഓസീസ് ആണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൂടെ നിൽക്കുന്നവരെല്ലാവരും അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇവർ തന്നെ അയച്ചു തന്നുകൊണ്ടിരിക്കും. ചേട്ടാ ഇത് കേൾക്കണം, നമുക്ക് ഇതുപോലത്തെ നോക്കില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ആ ലൂപ്പിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്ഡേഷൻ്റെ പ്രോസസ്സ്. ഇനിയൊരു സ്പീഡ് ക്വസ്റ്റ്യൻസ് ആണ്. റാപ്പിഡ് ആണോ? അതെ. ഇനിയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മ്യൂസീഷ്യൻസ് ആർക്കെങ്കിലും വേണ്ടി പാടണം? ഡെഫിനറ്റ്ലി എ.ആർ. റഹ്മാൻ. ഇതുവരെ പാടിയിട്ടില്ല. പണ്ടുതൊട്ടേ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ടിങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ് എപ്പോഴും ഇഷ്ടം. പിന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹം കീരവാണി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അതൊരു മറ്റേ നാനി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഈച്ച നമ്മുടെ അത് മറ്റേ എല്ലാ ഒരേ സമയത്ത് ഇറങ്ങിയതാണ്. ആ സമയത്ത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വിളിച്ച് അത് പാടണം എന്ന് എപ്പോഴും വലിയ ആഗ്രഹമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെ 1-2 പേരാണ് കുറച്ച് ഉള്ളത് മനസ്സിൽ. നോട്ട് ലെജൻസ് അങ്ങനെയല്ല, എന്നാലും ഇഷ്ടമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. എപ്പോഴും ഞാനിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ആളാണ്. ബാക്കിയുള്ളവർ പാടിയിട്ടുള്ള പാട്ടുകളിൽ, അതായത് മുൻപ് വന്നതോ ശേഷം വന്നതോ, ഇത് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒത്തിരിയുണ്ട്. അത് ദാസാറിൻ്റെ, ശ്രീകുമാരേട്ടൻ്റെ, ജയചന്ദ്രൻ മാഷിൻ്റെ ഒരുപാട് പാട്ടുണ്ട്. അത് 2 അല്ല, ഒത്തിരിയുണ്ട്. എനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പിടികിട്ടുന്നതല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു പാട്ട് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പം നേരത്തെ ഞാൻ പാടിയ തന്നെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, അങ്ങനെ ഒത്തിരി പാടും. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, പിന്നെ ഈറൻ മേഘം പൂവും കൊണ്ട്, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കേൾക്കുമ്പോൾ അതൊരു പാട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ച ഒത്തിരി പാട്ടുകളുണ്ട്. ഹിന്ദിയിലാവട്ടെ തമിഴിലാവട്ടെ. പെണ്ണല്ല പെണ്ണല്ല ഊതാപ്പൂ, സീവന്ത കണ്ണങ്ങൾ റോസാപ്പൂ, പിന്നെ തൊട മലർന്നതെന്ന. എസ്.പി.ബി. സാറിൻ്റെ, രാജാ സാറിൻ്റെ ഒത്തിരി ഒരുപാട് പാട്ടുണ്ട്. നിലവേവാ, അതൊക്കെ നമ്മളിങ്ങനെ അലിയിച്ച് കളയുന്ന പാട്ടുകൾ. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ പാട്ടുകൾ പാടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാറുണ്ട് എപ്പോഴും. ഉണ്ടാക്കണം എന്ന് ആലോചിക്കലുണ്ടോ? ഞാൻ കമ്പോസ് ചെയ്യും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കമ്പോസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓസീസ് ഇങ്ങനെ 1-2 എണ്ണം കമ്പോസ് ചെയ്ത് ഇങ്ങനെ വെക്കും എന്നുള്ളതല്ലാതെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില പാട്ടുകൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് വിചാരിക്കും ആ ഒരു റൂട്ടിലൊരെണ്ണം പിടിച്ചാലോ എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് വിചാരിക്കും കണ്ടുപിടിക്കൂ എന്ന് വിചാരിച്ച് ചെയ്യാറുണ്ട്. മെലഡി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. ഒരു സോങ്, ഏത് സോങ് എടുത്താലും അതിൻ്റെ മെലഡി സ്ട്രോങ് ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഐ മീൻ അതിൻ്റെ ട്യൂണ് സ്ട്രോങ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തേ ഞാനെപ്പോഴും ചെയ്യാറുള്ളൂ. ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും ആ മെലഡി കുറച്ച്, അതെനിക്ക് കിട്ടിയത് വിദ്യാജിയുടെ നിന്ന്. അദ്ദേഹം ചെയ്യുന്ന ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു മെലഡി ഭയങ്കര സ്ട്രോങ് ആണ്.
ഇതുവരെ പാടാത്തൊരു ഓണർ ഏത് ഇങ്ങനത്തെ ഒരു പാട്ട് പാടാൻ തോന്നിയിട്ടുള്ളത്? റാപ്പായിരിക്കാം. ഞാനിങ്ങനെ ചില റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ പറയും വിയർപ്പ് തുന്നിക്കിട്ട കൊട്ടാരം, അതൊക്കെ അതിങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ ചുമ്മാ ആൾക്കാർക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ 2 വരി പാടുകേട്ടാ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങനെ പാടും. അപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ, അത് അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിനും നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചെയ്യുക, ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ അതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പാടാനും ചെയ്യാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു സൈഡിൽ കൂടെ അങ്ങ് മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വയം വിമർശിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഒരു തേർഡ് പേഴ്സൺ ആയിട്ട്. ക്യാരക്ടർ വൈസ് ആണോ അല്ല, മൊത്തത്തിൽ? പ്രൊഫഷണലി കുറച്ചുകൂടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. എന്നാലും ചില സമയങ്ങളിൽ കുറച്ചുകൂടി എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നാറുണ്ട്. ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ, പക്ഷേ ചില സമയങ്ങളിലെ ഫോക്കസ് അത്രത്തോളം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം എൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെ ഞാൻ വിചാരിക്കും എനിക്ക് തിരക്കെന്ന് ഞാൻ പറയും, പക്ഷേ എങ്കിലും എൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെ ഇതേ തിരക്കും വെച്ചിട്ടാണ് ഇത്രയും ചെയ്ത് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ വിചാരിക്കും ഇത്രയും ചെയ്താൽ പോരാ, കുറച്ചുകൂടെ ചെയ്യാൻ പാടില്ലേ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ദിവസം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു ദിവസമല്ലേ പോകുന്നത്, നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചായിട്ടിരിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഫോക്കസ് തെറ്റി ഇപ്പം ഇത്രയും ഒരു ഹെവി ഇത് കഴിഞ്ഞാലേ ഇനി ഒരു 2 സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇരിക്കും. എനിക്കിഷ്ടമാണ് സിനിമ കാണാൻ, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ എങ്കിലും ഞാൻ വിചാരിക്കും എന്നെക്കാട്ടിലും തിരക്കുള്ളവർ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തുകൂടെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളത്? കണ്ടു തമ്മിൽ ഒന്നു കണ്ടു, തീരാ മോഹങ്ങൾ തേടി നാം, വേനൽ പൂവേ നിന്റെ നെഞ്ചിൽ വേളി പൂക്കാലം പാടുമോ, നീയില്ല എങ്കിലും ജന്മമില്ലെന്തിനോ എൻ ജീവനെ ചൊല്ലു നീ, എന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്കു മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ, സഖിയേ നീ കാണുന്നുവോ എൻ മിഴികൾ നിറയും നൊമ്പരം, എന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. ഒരുപാട് പ്രണയങ്ങളുടെ ശബ്ദമാണ്, ഒരുപാട് ഡപ്പാൻ കുത്തുപാട്ടുകളുടെ ഒരുപാട് തുള്ളലിൻ്റെ ഭാഗമാണ്. താങ്ക് യു സോ മച്ച്. മുന്നോട്ടും ഈ പറയുന്ന സ്വന്തം പാട്ടുകൾ, സെൽഫ് എക്സ്പ്രഷൻ പുറത്തു വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതെല്ലാം ജനങ്ങൾ കേൾക്കട്ടെ, ഇഷ്ടപ്പെടട്ടെ, അവർ ക്രിട്ടിസൈസ് ചെയ്യട്ടെ, അല്ലേ, എങ്കിലേ സ്വയമേ വളരാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. യെസ്.